ഹലോ. അപ്പോൾ ഇന്നൊരു വൈകിട്ടത്തെ വ്ളോഗാണ്. ഞാൻ ജോലിക്ക് പോകണ്ടാത്ത ദിവസത്തെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള നമ്മുടെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അതായത് കണ്ടോ, ആനിമലിൻ്റെ ടോയ് ആണ് കേട്ടോ. നമ്മുടെ വീട് മൊത്തം ആനിമൽസിൻ്റെ ടോയ് ആണ്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആനയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ആനിമൽസിനോട് ടോയ്സിനോടാണ് കേട്ടോ ഭയങ്കര താല്പര്യം. നമ്മൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അവൻ ഈ കാറ്, ജീപ്പ്, ബസ് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും എടുക്കാറില്ല. ആനിമലിൻ്റെ ടോയ്സ് ഉണ്ടോ അവൻ അതേ എടുക്കുകയുള്ളൂ. ആനയാണെങ്കിൽ ആന, എനിക്കറിയില്ല, അവന് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അതിൻ്റെ കൂടെയൊക്കെ. ടോയ്സിൻ്റെ പേരുകളും അറിയാം. അതായത് ഓരോ ആനിമലിനെ എടുത്തിട്ട് അവൻ പേര് പറയും കേട്ടോ. ഈ കാർട്ടൂണൊക്കെ കണ്ടിട്ട് പഠിച്ചതായിരിക്കാം. അവൻ കാർട്ടൂൺ കാണാറുണ്ട്. ഫോണല്ല കേട്ടോ, നമ്മൾ ടി വിയിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് അവൻ സംസാരിക്കാനായിട്ട് കൂടുതൽ തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. എപ്പോഴും വെച്ച് കൊടുക്കാറില്ല, കുറച്ച് സമയം, വളരെ കുറച്ച് സമയം വെച്ച് കൊടുക്കാറുണ്ട് നമ്മൾ കാർട്ടൂൺ ടി വിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ചായ ഇടുകയാണ്. അൻവി കിടന്നുറങ്ങുകയാണ് കേട്ടോ. അമ്മ നമുക്ക് വൈകിട്ട് ചിക്കൻ കറിയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. സവാള അരിയാനും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ വൈകിട്ട് നമുക്ക് കഴിക്കാനായിട്ട് മുട്ട പപ്സാണ് കേട്ടോ. ഞാൻ വൈകിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മുട്ട പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഈ കുപ്പി ഗ്ലാസ് എൻ്റെയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഗ്ലാസ്സാണ് കേട്ടോ. എനിക്കൊന്നും അതിനകത്തൊരു ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് ചായയെ കൊള്ളുള്ളൂ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിലാണ് കേട്ടോ ചായ കുടിക്കാറ്. അപ്പോൾ എൻ്റെ ക്യൂട്ട് ഗ്ലാസ്സാണ്, കുറച്ച് ചായയുള്ള ക്യൂട്ട് ഗ്ലാസ്സാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ മുട്ട പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു, അത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2-3 മുറുക്കും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ പാപ്പപ്പെട്ടി. ഇതിനകത്താണ് പാപ്പമൊക്കെ നമ്മൾ വെക്കാറ് കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് എല്ലാവർക്കും, എനിക്കൊന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ പാപ്പപ്പെട്ടി വീട്ടിൽ കാണുമല്ലേ. ഞങ്ങൾക്ക് പണ്ട് മുതലേ ഒരു പാപ്പപ്പെട്ടി ഉണ്ട് സ്വന്തമായിട്ട്. അതിനകത്താണ് പാപ്പമൊക്കെ എടുത്ത് വെക്കാറ്. അപ്പോൾ അതാ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ മുട്ട പപ്സൊക്കെയും കഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് ചായ എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അമ്മ സവാള അരിയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുറി കിടക്കുന്നുണ്ടോ, ഇതെല്ലാം അൻവിയുടെ പണിയാണ്. നമ്മൾ ഈ സോഫയിൽ ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവനത് അലങ്കോലാക്കിയിടും കേട്ടോ. അവൻ എത്ര നമ്മൾ ഒതുക്കി ഇട്ടാലും പിന്നെയും വലിച്ചെടുത്ത് കളയും അവൻ. പിന്നെ അതേപോലെ തന്നെ ആനിമൽസിൻ്റെ ടോയ്സ് അവിടെ ഇവിടെ എല്ലാം എടുത്തിടും. ചെറുതുണ്ട് വലുതുണ്ട്, അതെല്ലാം പല തത്തിക്കായിട്ട് അവൻ എടുത്തിടും. അങ്ങനത്തെ അമ്മയും ചായ എടുത്ത് വന്നിട്ടുണ്ട്, മുറുക്കൊക്കെ എടുത്തിട്ട്. അങ്ങനത്തെ അമ്മ അവിടെ വന്നിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിച്ച് വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് മഴക്കോള് നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ കഴുകിയിട്ട് തുണിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് കാർപ്പൂച്ചിലൊരു അശ പോലെ കെട്ടിയിട്ടുണ്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നനയാത്തത് ഉണങ്ങാത്തത് എടുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പം മഴ വരുന്നതിന് മുന്നേ നമുക്ക് മുറ്റമൊക്കെ തൂക്കാനായിട്ട് കിടപ്പുണ്ട്. കണ്ടോ, മേഘം കണ്ടോ, കറുത്ത് കിടക്കുകയാണ്, മഴക്കോള് വരികയാണ്. അതുകൊണ്ട് അതിന് മുന്നേ ഞാൻ വെപ്രാളം പിടിച്ചിട്ട് എല്ലാം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ കൊണ്ട് അകത്ത് കൊണ്ടിട്ടപ്പോഴത്തേക്ക് അൻവി എഴുന്നേറ്റ് പിന്നെ എൻ്റെ കൂടെ വന്നു. അപ്പം കാർട്ടൂൺ കണ്ട വിശേഷങ്ങളാണ് കേട്ടോ എന്നോട് പറയുന്നത്. ചെന്നായ വന്നു, തീ പിടിച്ചു എന്നൊക്കെ. നിങ്ങൾ തന്നെ കേട്ടോ കേട്ടോ, എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. ആണോ? ചെന്നായ വന്നോടാ? ചെന്നായ കടിച്ചോ? ആണോ? അയ്യോ, ആരാ കടിച്ച്? ഇതൊക്കെയാണ് കേട്ടോ അവൻ പറയുന്നത്. ചെന്നായ വന്നെന്നും തീ പിടിച്ചെന്നും അങ്ങനെയൊക്കെയാണ് ഓരോന്നൊക്കെ പറയുന്നത്. അവൻ പറയുമ്പോഴത്തേക്ക് ഒപ്പം ഞാൻ കൂടെ ചേർന്ന് പറയാറുണ്ട് കേട്ടോ, അവന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അവനും അതനുസരിച്ചാണ് നമ്മളോട് സംസാരിക്കാറുള്ളതും ഒക്കെ. അപ്പം ഞാൻ മുറ്റമൊക്കെ തൂക്കുകയാണ്. ഈ പോച്ച പിടിച്ച് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അതിൽ കൂടെ തന്നെ ഇടയ്ക്കൂടെ വരുന്നതാണ് കേട്ടോ. എത്ര പിച്ചിട്ടും പോകുന്നില്ല. അപ്പം എന്തായാലും വേറെ എന്തെങ്കിലും ചെയ്യണം, അതെന്തായാലും പിച്ചണം. കുറച്ച് മെനക്കെട്ട പരിപാടി ആയിട്ട് പെൻഡിങ് വെച്ചേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും റെഡിയാക്കണം. അത് മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. മഴ
പെയ്തതുകൊണ്ടാണ് കേട്ടോ ഈ പൂച്ചയൊക്കെ നല്ലപോലെ പിടിച്ച് വരുന്നത്. അപ്പം ഞാൻ തൂക്കം പറയാമല്ലോ, അൻവി എൻ്റെ പുറകേ നടക്കും, അതവൻ്റെ ശീലമാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറകേ നിന്ന് മാറില്ല കേട്ടോ. ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ഒപ്പം ഇങ്ങനെ കൂടെ നടക്കും കേട്ടോ. കാര്യമൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ ഒപ്പം നടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്യാമറയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് വന്നിരുന്നൊക്കെ കാര്യം പറയുന്നുണ്ട്. അതെന്താ അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ നോക്കാറുണ്ട് കേട്ടോ. വന്നിരുന്നിട്ട് ഇപ്പം തന്നെ വന്നിരുന്ന് നോക്കും കേട്ടോ. അടുത്ത് വന്നിട്ട് ക്യാമറയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നോക്കും കണ്ടോ. വന്നിരുന്ന് നോക്കുകയാണ് എന്താണെന്നുള്ളത്. എന്നിട്ട് ഇന്നൊന്ന് കാര്യവും പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ എണീറ്റ് മാറുമോനെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടോ. അപ്പം ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ട് ഇനി തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇനി കടയിലും പോകണമായിരുന്നു കേട്ടോ വൈകിട്ട്. പക്ഷെ മഴ കാരണം പോകാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് മഴയ്ക്ക് പകരം മഴ എന്ന് വരുന്നു, വെള്ളി വീഴുന്നുണ്ട് നാക്കിൽ. എന്താണെന്ന് അറിയാൻ വേണ്ട, കുറച്ചാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ തൂത്തുകൊണ്ടൊക്കെ ഇരുന്നത്. ഈർക്കിൽ വെച്ചിട്ട് തന്നെ അടിക്കണം കേട്ടോ, കമ്പെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ നമ്മുടെ വൈകിട്ടുള്ള മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ മുറ്റം കണ്ടാൽ പറയാം തൂത്തതാന്നുള്ളത്. കാറ്റൊക്കെ അടിച്ചിട്ട് പിന്നെയും ചവറ് വീഴും കേട്ടോ. നമുക്ക് നല്ല പോലെ ഇവിടെ ചവറ് വീഴുന്നുണ്ട്. കാരണം മാവും പ്ലാവും തെങ്ങും ഇഷ്ടം പോലെ ബ്ലാത്തിക്കയും ഒക്കെ ഒത്തിരി മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ ചവറ് വീഴും നമുക്ക്. അപ്പോൾ അത് അൻവി മഴ കണ്ടിട്ട് ഇറങ്ങണം കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ആദ്യമൊക്കെ പിടിച്ചിങ്ങ് കയറ്റി, പിന്നെയും കുറേ കരയും വാശി പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പാവം തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഇറക്കിയായിരുന്നു, തലയിൽ കവറൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഇരുട്ടിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വെച്ച് പാവമല്ലേ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടോ തലയിൽ കവറൊക്കെ. അപ്പോഴത്തേക്ക് മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ തലയിൽ കവറൊക്കെ കെട്ടിയിട്ട് ഇറക്കി. അപ്പോൾ കുറച്ച് നേരം ഭയങ്കര സന്തോഷവും കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇടി വെട്ടാനായിട്ട് തുടങ്ങി കേട്ടോ. ഇടിയും മിന്നലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ കൂടുതൽ നിർത്തിയില്ല പുറത്ത്. എനിക്ക് പേടിയാണ് കേട്ടോ, ഇടിമിന്നൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിയായതുകൊണ്ട് അവനെ നിർത്തിയില്ല. കുറച്ച് നേരം അവൻ നല്ലപോലെ നിന്ന് കളിച്ചു കേട്ടോ മഴയൊക്കെ കൊണ്ടിട്ട്. പിന്നെ ഞാൻ നേരെ കൊണ്ടുപോയി കുളിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ കാരണം അതിനിഷ്ടം പിന്നെ ഒന്നിനും കൊള്ളില്ല അവന്, നല്ലപോലെ നനഞ്ഞായിരുന്നു. എന്തായാലും കുളിപ്പിക്കാനായിട്ട് ഇരുന്നേ വൈകിട്ട്. അപ്പം മഴയും കൂടെ പെയ്തപ്പോൾ ഞാൻ വെച്ച് നനഞ്ഞതിന് ശേഷം കുളിപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇടിയൊക്കെ വെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അകത്തുകൊണ്ടേ കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ചിട്ട് വന്നത് തോർത്തൊക്കെ ഒഴിപ്പിച്ചിട്ട് ഇങ്ങ് വന്നത് കേട്ടോ. അപ്പം തോർത്ത് കൊടുക്കാനായിട്ട് സമ്മതിച്ചില്ല. അവിടെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ ദേഹമൊക്കെ തുടച്ചിട്ട് തോർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ തോർത്ത് കൊടുക്കത്തില്ല, തോർത്തഴിച്ച് കളയാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇതാ കണ്ടോ ഇങ്ങനെ നിന്നിട്ട് തട്ട് തോർത്തഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നിക്കറൊക്കെ ഇട്ട് കൊടുത്തു. തല നല്ലപോലെ തോർത്തി കൊടുത്തു കേട്ടോ. മഴ നനഞ്ഞതില്ല, അതുകൊണ്ട് ഞാൻ തലയും കൂടെ കുളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ തല കുളിപ്പിക്കാവന്, പിന്നെ വൈകിട്ട് തല കുളിപ്പിക്കാറില്ല, പുറം മാത്രമേ കുളിപ്പിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ തലയും കൂടെ നല്ലപോലെ തോർത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന അൻവിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇടാം. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫുഡും അവൻ എങ്ങനെയാണ് ഒരു ഡേ പോകുന്നതെന്നൊക്കെ. അപ്പം ഞാനത് ഒരു ദിവസമായിട്ട് ഇടാം കേട്ടോ. അവൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഒരു ദിവസം ഇടാം. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട് അവന്. ചിലർ പറയും കുഞ്ഞുങ്ങൾക്ക് പൗഡർ ഇട്ട് കൊടുത്തൂടാന്ന് പറയും കേട്ടോ. ഞാൻ പക്ഷേ ചെറുതിലെ മുതലേ ഞാൻ അവന് ബേബി പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. ഹിമാലയയുടെ ആട്ടോ. അവന് പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, സ്കിന്നൊന്നും ഡ്രൈ ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ നിർബന്ധമാണ് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് കുറി ഇടുക എന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ കുഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തി കേട്ടോ. ഒരു ഇച്ചിരി ലേസ് എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഒരു മുറുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് അവൻ എന്താ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഫ്രണ്ടിൽ TV വാർത്തയാണ് കേട്ടോ ആദ്യം വെച്ചത്. വാർത്ത എന്തോ ഇങ്ങനെ കാര്യമായ എന്തോ ഒരു വാർത്തയായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ അത് കേട്ടിട്ട് നമ്മുടെ സോഫയൊക്കെ ക്ലീൻ ആക്കിയിടുകയാണ്. അൻവിയുടെ പണിയാണ് കേട്ടോ. ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി നല്ലപോലെ വിരിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ടോയ്സ്, അവന് ആനയുടെ ടോയ്സ് എന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ്. അപ്പോൾ അതിൻ്റെ 2-3 ഉണ്ട് പലതരം. തടിയുടേതുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഇങ്ങനെ റബ്ബർ ടൈപ്പ് ഉണ്ട്, പിന്നെ തീരെ ചെറുതുണ്ട്. അങ്ങനെയൊക്കെയുള്ള 2-3 സൈസിലുള്ള ആനയുടെ ടോയ്സ് ഉണ്ട്. അതായത് ഇതൊക്കെ ഉണ്ട്. ഇത് ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. പ്ലാസ്റ്റിക് എല്ലാവരും റബ്ബർ പോലെ ഡിനോസറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ അവനെ അവിടെ ഇരുത്തിയിട്ട് ഇതെല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ചിക്കൻ കറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അടുപ്പിലോട്ട് അരപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അടച്ചു വെച്ചേക്കാണ്. ഞാനിനി പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കുളിക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ അതാ ചിക്കൻ കറി റെഡിയായി. നമ്മുടെ ചിക്കൻ കറി അമ്മ വെക്കണ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അൻവി ഞാനും കൂടെ ഫുഡ് കഴിച്ചോട്ടോ. രാത്രി ആയിരുന്നപ്പോഴത്തേക്ക് അവനും കൊടുത്തിട്ട് ഞാനും കഴിക്കും. അങ്ങനെയാണ് ചെയ്യാറ് എപ്പോഴും. ഞാൻ രാത്രി എങ്ങനെ കേട്ടോ ചെയ്യാറ്, അവനായിട്ട് മാറ്റി കൊടുക്കാറില്ല. ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവനായിട്ട് ഞാൻ മാറ്റി കൊടുക്കാറില്ല. ചിലപ്പോൾ ഞാനും കഴിക്കും അവനും കൊടുക്കും, അങ്ങനെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ അതേപോലത്തെ വീഡിയോസൊക്കെ ഇടാം. പിന്നെ എന്താണ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.